ബ്രദർ ഷാജി നമ്മളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയതിൻ്റെ 30-ാം വർഷം നമ്മളിന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഈ 30 വർഷം ഏതാണ്ട് ഒരു 30 ദിവസം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഈ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളെല്ലാവർക്കും ഒത്തിരി ഓർമ്മകളുണ്ട് ബ്രദർ ഷാജിയെക്കുറിച്ച്. ബ്രദർ ഷാജി നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയ ദിവ്യവചനങ്ങൾ 2 കൊരിന്തോസ് 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഹൃദയഫലകത്തിൽ ഞങ്ങൾ എഴുതിയ വചനങ്ങൾ, അതാണ് നമ്മളെല്ലാവരെയും ഇന്ന് ഈ പള്ളിയിൽ ഈ അൾത്താരയുടെ ചുറ്റും ഒരുമിച്ച് കൂട്ടാൻ ഇടയാക്കിയത്. ബ്രദർ ഷാജിയെ കണ്ടുമുട്ടിയ സംഭവം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. 1994 സെപ്റ്റംബർ 21-ാം ഡേറ്റിൽ അന്ന് പ്രത്യേകമായിട്ട് ബ്രദർ വിക്ടർ എപ്പോഴും പറയുമായിരുന്നു, ദാനിയേൽ 12:12 1335 ദിവസം നമ്മൾ ഈശോയിൽ ഉറച്ചു നിന്നാൽ നമുക്ക് പിന്നെ നമ്മളൊന്നും ഭയപ്പെടേണ്ട എന്ന് പറയുമായിരുന്നു. അങ്ങനെ ബ്രദർ ഷാജിയെ 1-2 ആഴ്ച മുമ്പ് ആദ്യമായിട്ട് ഞാനൊന്ന് കണ്ടു. ബ്രദർ ജോമോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ബ്രദർ ഷാജി വളരെ ആത്മാവിൽ ശക്തനായ ഒരു അപ്പോസ്റ്റലാണ്. ഞാനിങ്ങനെ ജസ്റ്റ് കണ്ടു. ഒരു ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ ബ്രദർ വിക്ടറിൻ്റെ അടുത്ത് ഒരു ദിവസം ചെല്ലുകയാണ്. ഞങ്ങളുണ്ട്, ബ്രദർ ജോമോനുണ്ട്, ഞങ്ങൾ കുറച്ച് പേരെല്ലാം കൂടി അന്നത്തെ ദിവസം ഒരു സ്ട്രൈക്ക് എന്നാണ്ടുണ്ടായിരുന്ന ദിവസമാണ്. ഞങ്ങളോട് ചെന്നപ്പോൾ ബ്രദർ ഷാജി ഒരു മാതാവിൻ്റെ രൂപമെല്ലാം വാങ്ങിച്ച് ബ്രദർ വിക്ടറിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അപ്പോഴാണ് ബ്രദർ വിക്ടറോട് പറയുന്നത്, ഞാൻ 1335 ദിവസം ഞാൻ ഈശോയിൽ വന്നിട്ട് വളരെ മനോഹരമായ ഒരു കേക്കൊക്കെ മുറിച്ചു, പ്രാർത്ഥിച്ചു. എൻ്റെ ആത്മീയ സ്ഥിതി ആ സമയത്ത് ഇവരൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ വളരെ അസ്വസ്ഥനാണ്. വളരെ ഒരു ഡിപ്രസ്ഡ് ആയിട്ട്, അത് അന്നൊരു ദിവസം സംഭവിച്ചല്ല, ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ വളരെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഞാനത് കാണുന്നത്. ബ്രദർ വിക്ടർ ബ്രദർ ഷാജിയോട് പറഞ്ഞു, വളരെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ബ്രദർ വിക്ടർ ബ്രദർ ഷാജിയോട് പറഞ്ഞു, ഒന്ന് ആ സഹോദരനോടൊന്ന് ഇരിക്കാമോ, ഇച്ചിരി നേരം ഒന്ന് കൗൺസിൽ ചെയ്യാൻ. ബ്രദർ ഷാജി അത്ര വളരെ ഹാപ്പി ആയിരുന്നില്ല. എന്നാലും മനസ്സോടെയാണെങ്കിലും എന്താണെങ്കിലും ബ്രദർ ഷാജി പുറത്തു വന്ന് അവിടെ എൻ്റെ അടുത്ത് വചനങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. ഞാനിങ്ങനെ എൻ്റെ കണ്ണു തള്ളിപ്പോയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് വളരെ ഒരു നിസ്സാര സമയം കൊണ്ട് 35 മിനിറ്റ് സമയത്തിൽ ഒരു 250 വചനങ്ങൾ അന്ന് എനിക്ക് ഷെയർ ചെയ്തു. വചനങ്ങൾ ഷെയർ ചെയ്ത് ബ്രദർ ഷാജി കറക്റ്റായിട്ട് ഉള്ള ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നതൊക്കെ എന്താണ് എൻ്റെ ആ പ്രശ്നങ്ങളെന്ന് ബ്രദർ ഷാജി വ്യക്തമായിട്ട് മനസ്സിലാക്കി. അങ്ങനെ അതെഴുതി ബ്രദർ വിക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ബ്രദർ വിക്ടർ പ്രാർത്ഥിച്ചു. ബ്രദർ വിക്ടർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അന്ധകാരത്തിൽ പ്രകാശിച്ചതുപോലെ ഞാൻ ചിരിക്കാൻ തുടങ്ങി. കർത്താവ്, ഞാനിങ്ങനെ 30 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ചിരി മാറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ വിഷമിച്ച് ദുഃഖിച്ച് ഞാൻ ചെന്ന് ഒരു ദിവസമല്ല, ഞാൻ പറഞ്ഞു പർട്ടിക്കുലർ ടൈം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി കൂടെ ഞാൻ പോവുകയായിരുന്നു. അന്ന് മുതൽ ബ്രദർ ഷാജി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ അനുസരിച്ചു. ബ്രദർ ഷാജി പറഞ്ഞു, ഇതൊക്കെ ഒരാഴ്ചയിൽ വായിക്കേണ്ട കാര്യമുണ്ട്, ഡെയിലി വായിക്കേണ്ട കാര്യമുണ്ട്, കുർബാനയ്ക്ക് പോകേണ്ട കാര്യമുണ്ട്, കുമ്പസാരത്തിന് പോകേണ്ട കാര്യം, ഇതെല്ലാം അതുപോലെ പാലിച്ചു. ബ്രദർ ഷാജി എനിക്കൊരു നമ്പർ എഴുതി തന്നു, നമുക്കിനി ഇടയ്ക്ക് നമുക്ക് ടച്ചിലിരിക്കാം. അന്ന് മുതൽ തുടങ്ങിയ ഒരു സൗഹൃദ ബന്ധമാണ് ബ്രദർ ഷാജിയായിട്ട്. അങ്ങനെ ബ്രദർ ഷാജിയുമായിട്ടുള്ള ആ സൗഹൃദ ബന്ധം വളരെ, ഞങ്ങൾ യഥാർത്ഥം പറഞ്ഞാൽ 10 മാസമേ ഞങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾ ഒന്നിച്ച് കാണാൻ സാധിച്ചിട്ടുള്ളെങ്കിലും
ആ ഒരു 10 മാസം ഒരു 10 വർഷം പോലത്തേക്കാട്ടിലും വളരെ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ആകുന്നത്. അങ്ങനെ ആ സംഭവങ്ങൾ അന്നുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഒരാഴ്ച വിൽക്കേണ്ടി വരും. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കും. അങ്ങനെ ബ്രദർ ഷാജി ഈ ആത്മാവിൽ ഇത് ചെയ്തു, എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. വേർഡ് വായിക്കാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവിനോട് കൊന്ത ചെല്ലാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബ്രദർ ഷാജിയുടെ ജീവിതത്തിൽ ബ്രദർ ഷാജി ഒത്തിരി ഒരു സ്പിരിച്വലി ഭയങ്കര ക്രൈസിസിലൂടെ, ഒരു പ്രത്യേക ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലൂടെ എല്ലാം കടന്നുപോയി. ഈ സമയത്തെല്ലാം ബ്രദർ ഷാജി എറണാകുളത്ത് വരികയും ബ്രദർ ഷാജിയുടെ കൂടെ നടക്കാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ ഒന്നിച്ച് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ബൈക്കിൽ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല യാത്രകളും വളരെ മനോഹരമായ ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പുതിയ ഹോസ്പിറ്റലിൽ ബ്രദർ വിക്ടർ അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് അവിടെ പോകാനും അവിടെ സ്പെൻഡ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒത്തിരി ഒത്തിരി ഓർമ്മകളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ബ്രദർ ഷാജിയുടെ ആ അവസാന ആഴ്ചകൾ. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മദ്രാസിൽ പോയപ്പോഴത്തേക്കും അന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ ഞാനുണ്ട്. ആ പോയ യാത്രയൊക്കെ ഓർക്കുന്നുണ്ട്. ബ്രദർ ഷാജിക്കുണ്ടായിരുന്ന ഒരു പ്രത്യേക കാര്യം ഞാൻ നോക്കിയത്, ഒരു പരിഗണന ഉണ്ടായിരുന്നു എല്ലാവരും. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ, എനിക്കന്ന് 18 വയസ്സാണ് ഉണ്ടായിരുന്നത്. എപ്പോഴും നമ്മളെ മുമ്പിൽ നിന്ന് വന്ന് പുറകിൽ വന്നിട്ട് നോക്കുന്ന, കരം കൊണ്ട് താങ്ങുന്ന ഒരു ഈശോയുടെ സ്നേഹം. പോപ്പ് ഫ്രാൻസിസ് അതിനെക്കുറിച്ച് മനോഹരമായിട്ട് സിനഡാലിറ്റി കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ വന്ന് ഓക്കെ ആണോ, ബ്രദർ ഷാജി പല കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി ആക്കി. അതിന് അടുത്ത ആഴ്ച ഞായറാഴ്ച ബ്രദർ ഷാജി വന്നു. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ, അന്ന് ബ്രദർ ജോമോൻ്റെ വീട്ടിൽ ബ്രദർ ജോൺ ഉണ്ടായിരുന്നു. ബ്രദർ ജോണിൻ്റെ വീട്ടിൽ അന്ന് ബ്രദർ വിക്ടർ പറഞ്ഞു, ബ്രദർ ഷാജി അവിടുത്തെ എടപ്പള്ളി പള്ളിയിലെ ഫസ്റ്റ് കുർബാന കഴിഞ്ഞ് പെട്ടെന്ന് രാവിലെ വന്നേക്കണം, അവിടെ കൗൺസിലിങ്ങിൻ്റെ ക്ലാസ് കൊടുക്കാൻ ഒത്തിരി ആൾക്കാർ വരും. അന്ന് ബ്രദർ വിക്ടർ വളരെ ഇച്ചിരി ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏർലി മോർണിംഗ് കുർബാനയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ് പിടിച്ച് ആ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്ര, ശിഷ്യന്മാർ എംബേബൂസിലേക്ക് പോയൊരു യാത്ര പോലെ അനുഭവമായിരുന്നു എനിക്ക്. ആ യാത്രയിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് ആ സ്ഥലം പോലും ഞാൻ ഓർക്കുന്നു. പാലാരിവട്ടത്തിൻ്റെയും കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഇടയ്ക്ക് വെച്ചെടുത്ത് പറഞ്ഞു, ബ്രദറെ, നമ്മളെപ്പോഴും ബ്രില്ലിനെ വിളിച്ചത്, നമ്മളെപ്പോഴും അറക്കാനുള്ള കുഞ്ഞാടിനെ പോലെയാണ്. ഞാൻ വളരെ ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സണായിരുന്നു. യു ക്യാൻ ഇമാജിൻ, 18 വയസ്സുള്ള ചെറുക്കുന്നത്. ഇപ്പോഴും അത് മാറിയിട്ടില്ല. പക്ഷെ എങ്കിലും ഞാൻ വളരെ ടോക്കറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ബ്രദർ ഷാജി വളരെ ശാന്തനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 തൊട്ട് 30 വരെയുള്ള വചനത്തിൽ നമ്മൾ ഈശോയെ കുറിച്ച് കേൾക്കുന്നത് ഹൃദയശാന്തതയും എളിമയുമുള്ള വ്യക്തിയാണ്. ബ്രദർ ഷാജിയുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ സാധിക്കുമായിരുന്നു. ഹൃദയശാന്തതയും എളിമയുമുള്ള വ്യക്തി. അത് രണ്ടും ദൈവം ആഴങ്ങളിൽ ദൈവം ഏറ്റവും കൊടുത്തൊരു കൃപ തന്നെയായിരുന്നു ഹൃദയശാന്തത എന്ന് വെച്ചാൽ. ഷാജി ബ്രദറിൻ്റെ ഓരോ പ്രസംഗത്തിലെ പറയുകയാണ്, സങ്കീർത്തനം 46:10. ബ്രദർ ഷാജി പറഞ്ഞ ചില വചനങ്ങൾ ഇന്നും ഹൃദയത്തിൽ ഒരിക്കലും മറക്കാതിരിക്കുന്നു. ചിലപ്പോഴൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും ഡിഫിക്കൽട്ടീസും ഒക്കെ വരുമ്പോൾ ഞാൻ ആ വചനമാണ്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അങ്ങനെ വളരെ ശാന്തമായി എന്നെ നോക്കിയിട്ട് പറയുന്നത്, നമ്മളെപ്പോഴും അറക്കാനുള്ള കുഞ്ഞാടിനെ പോലെയാണ്. എന്നിട്ടൊരു വചനം പറഞ്ഞു, യെശയ്യാ 53:7. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ നോക്കി, എന്താണ് അവൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈശോയിൽ വന്നു കഴിയുമ്പോൾ ഈശോയുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് പല കാര്യങ്ങളും ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രദർ ഷാജിയുടെ അവസാന ദിവസങ്ങളിൽ ഒരുപക്ഷെ വളരെ വ്യക്തമായിട്ട് ബ്രദർ ഷാജിക്ക് അറിയാമായിരുന്നു, ഇനി എനിക്ക് അധികം സമയം ഇല്ല. മറക്കുന്നതിന് മുമ്പ് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞോട്ടെ.
പറയുന്നുണ്ട്, ഏതാണ്ട് ഈ മദ്രാസ് പോകുന്നതിന് മുമ്പ് ബ്രദർ ഷാജി പോയിട്ട് ഒരു കൺഫെഷൻ പോയി, സംസാരിക്കാൻ പോയി. എന്നിട്ട് ബ്രദർ ഷാജി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, നമ്മളെപ്പോഴും മരിക്കാൻ ഒരുങ്ങിയിരിക്കണം. 18 വയസ്സുള്ള ചെറുക്കന് എന്താണ് മരിക്കാൻ ഒരുങ്ങിയിരിക്കണം? 18 വയസ്സുള്ള ഒരു ചെറുക്കൻ വിചാരിക്കുന്നത് മരണം ഏതാണ്ട് ഒരു 1800 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം കണക്കാണ് മനസ്സിലുള്ളത്. പ്രഭാഷണ പുസ്തകം 7-ാം അധ്യായത്തിൽ 32 മുതൽ 36 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴും നിന്റെ ജീവിതാന്ത്യത്തെക്കുറിച്ച് ഓർക്കണം, എന്നാൽ നീ ഒരിക്കലും പാപം ചെയ്യത്തില്ല. അങ്ങനെ ബ്രദർ ഷാജി കുമ്പസാരിച്ച് ഒരുങ്ങി. ബ്രദർ ഷാജിയുടെ ഒരു വലിയ കാര്യമാണ്. പലപ്പോഴും ഞാൻ ബ്രദർ ഷാജിയുടെ ഇടയ്ക്കൊക്കെ ചോദിക്കും, ബ്രദർ ഷാജി വളരെ മനോഹരമായ പ്രസംഗങ്ങൾ പറയും. ബ്രദർ ഷാജിയെ കണ്ടു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ സ്വരം തെരുവീതിയിൽ കേൾക്കത്തില്ല, ചതഞ്ഞ ഞാങ്ങണ പൂർണ്ണതയിൽ എത്തിക്കുന്നവരെ അവനൊരിക്കലും ഡിസ്കറേജ്ഡ് ആവുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്രദർ ഷാജി വളരെ ഒരു അൺനോട്ടീസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും ബ്രദർ ഷാജിയിലൂടെ ഞങ്ങൾ ഒരിക്കലും എറണാകുളത്ത് ബ്രദർ വിക്ഷു വിട്ടിട്ട് ഞങ്ങളൊരു ബൈബിൾ ക്ലാസ് നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി. ഇംഗ്ലീഷിൽ ആണ് സാധാരണ അവർ നടത്തുന്നത്. അവിടെ പോയി അവിടെ ചെന്ന് ഈ ബ്രദർ ഷാജികൾ വന്നപ്പോൾ അവർ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നോക്കും, ഈ പുള്ളിയാണോ ഇദ്ദേഹമാണോ എന്ന് വേർഡൊക്കെ പറയാൻ പറ്റുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അവർ നോട്ടം. മറ്റൊരു സംഭവം ജോൺ ബ്രദർ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്തൊരു പ്രാർത്ഥനയ്ക്ക് ഇവിടെ പോയി. അപ്പം അച്ഛൻ ചോദിച്ചു, ആരാ ഇന്ന് വെള്ളം കൂടെ കൊടുക്കുന്നത്? ഈ നിൽക്കുന്ന ചെറുക്കൻ. ഓർക്കണം, 26, 27 വയസ്സ് നടക്കുന്ന സംഭവം നമുക്ക് ഇമാജിൻ ചെയ്യാം എന്ന് മാത്രമല്ല, 26 വയസ്സിലും 27 വയസ്സിലും വലിയ ബിഗ് പ്രസൻസ് ഒന്നും ഇല്ലായിരുന്നു ഷാജിക്ക്. വളരെ ഹമ്പിൾ, വളരെ ഗ്രേസ്ഫുൾ. ലൂക്ക് 2:19 പറയുന്നത് മദമേരിയെ പോലെ ലൂക്ക 1 26 തൊട്ട് 28 വരെയുള്ള വചനത്തിൽ ഫുൾ ഓഫ് ഗ്രേസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ബ്രദർ ഷാജി ഒന്നും മിണ്ടാതെ വളരെ നിശബ്ദനായിരുന്നു. അവസാനം മനസ്സില്ലാ മനസ്സോടെ ബ്രദർ ഷാജിയെ ഈ അച്ഛൻ ആ ഗ്രൂപ്പിലുള്ള എനിക്കൊന്ന് ലീഡേഴ്സ് ആയിരുന്നു, അവർക്ക് വേണ്ടി ഓടക്കൂടെ കൊടുത്തു. ഓടക്കൂടെ കൊടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്ന് ക്ഷമ പറഞ്ഞു, അയ്യോ ഇത്രയും വലിയൊരാളാണ്. അച്ഛൻ്റെ ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നുകൊണ്ട് അച്ഛൻ അത് എക്നോളജ് ചെയ്തു. അപ്പം അങ്ങനെ ബ്രദർ ഷാജി ആയിട്ടുള്ള ആ യാത്ര ഞങ്ങളിങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ യാത്രയിൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എയർപോർട്ട്, നമ്മുടെ പഴയ എയർപോർട്ടിൻ്റെ സമയം എന്നോടൊരു ചോദ്യമാണ്, ബ്രില്ലി കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്ന യഥാർത്ഥ കുതിരയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഹോഴ്സ് റൈഡിനെ കുറിച്ച് വളരെ വാചാലാണ്ടിയെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഷാജി ബ്രദർ വളരെ എന്താ പറയണ്ടേ, ഒരു അപ്പൻ, പ്രായമുള്ള ഒരു അപ്പൻ ഒരു കൊച്ചു ഒന്നും അറിയാത്ത കുഞ്ഞിനോട് പേഷ്യൻസ് കാണിക്കുന്നത് പോലെ വളരെ നിശബ്ദമായിട്ട് കേൾക്കുകയാണ്. ഹി വാസ് എ വെരി ഗുഡ് ലിസണർ. നോട്ട് ഓൺലി ജസ്റ്റ് എ ലിസണർ, ആക്റ്റീവ് അറ്റൻറ്റീവ് ലിസണർ. വളരെ ഡീപ്പായിട്ട് ലിസൺ ചെയ്തു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ബ്രദർ ഷാജി പലപ്പോഴും പല ഇവാഞ്ചലൈസേഷനൊക്കെ പോയിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ചില അനുഭവങ്ങൾ ബ്രദർ അതിനെക്കുറിച്ച് വിസ്തരിക്കും. അവിടെ പോയി, അവിടെ ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ ഒരാൾ വന്നു, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞങ്ങൾ കൂടെ നടന്ന ഒരാൾ ഞങ്ങൾ വിചാരിക്കണ്ടേ ഞങ്ങളിതൊന്നും നോട്ടീസ് ചെയ്തില്ല. പക്ഷേ ബ്രദർ ഷാജി വളരെ ആക്റ്റീവായിട്ട് ഒബ്സർവ് ചെയ്യുവാനും ലിസൺ ചെയ്തില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ശാന്തമായിട്ട് പറഞ്ഞു, ഞാൻ കയറിയിട്ടുണ്ട്. ഷാജി ബാബു പറഞ്ഞു, ഞാൻ വിചാരിച്ചു ചെമ്പപ്പാറയിൽ വല്ല കുതിരയുണ്ടോ. പറഞ്ഞ് ഞാൻ കയറിയിരിക്കുന്ന കുതിര ഏഷ്യ 30, 18 വരെയുള്ള കുതിര. ആ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടണ്ട, നിങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടണ്ട, നിങ്ങൾ ഓടിയാൽ നിങ്ങൾ താഴെ വീഴും. ഞാൻ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്, ഞാൻ വീണിട്ടുമുണ്ട്. ഞാൻ കയറിയ കുതിര ഏഷ്യ 30, 15 വരെയുള്ള വചനമാണ്. അവിടെ ദൈവം എനിക്കൊരു വചനം പഠിപ്പിച്ചു, ഏഷ്യ 30:15. സെറീനിറ്റി ആൻഡ് ട്രസ്റ്റ് വിൽ ബി യുവർ സ്ട്രെങ്ത്. നിശബ്ദതയും ആയിരിക്കും, ശാന്തതയുമായിരിക്കും നിങ്ങളുടെ ശക്തി എന്നുള്ള വളരെ മനോഹരമായ വചനം. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ പോയി. അന്ന് വളരെ തിരക്കേറിയ ദിവസമാണ്. അന്ന് ഒത്തിരി പ്രാർത്ഥനയും ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റ്. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ ഡെലിവറൻസിനെ കുറിച്ചൊക്കെ തന്നെ ലോകത്തിൽ എത്ര പേർക്ക് എത്ര
വ്യക്തതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഒത്തിരി കൺട്രികളിൽ, ഒത്തിരി രാജ്യങ്ങളിലും, ഒത്തിരി ഇതിൻ്റെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ദൈവം എനിക്ക് അനുഗ്രഹം തന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഇവർക്കുണ്ടായിരുന്ന ജ്ഞാനം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 23 തൊട്ടുള്ള വചനത്തിൽ ഈശോ പറഞ്ഞു, ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. അത്രയും വളരെ ഡീപ്പ് നോളജ്. 1 കൊരിന്ത്യർ 12:9-10 വചനത്തിൽ ആ ഡിസേൺമെന്റ് ഓഫ് സ്പിരിറ്റ്, ഒരാൾ വരുമ്പോഴേ അറിയാം ഇത് ഏത് സ്പിരിറ്റാണ്, ഇതെന്താണ്, ഇതിൻ്റെ ആ മൂല കാരണം, റൂട്ട് കോസ് എന്നാണ്. അത് പ്രാർത്ഥിക്കാനും, അത് ചുമ്മാതെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയുകയല്ല, വചനത്തിലൂടെ ഇത് ഇന്ന വചനമാണ്. നമുക്കാർക്കും ഒരു വചനം പറഞ്ഞാൽ ഡിനേ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സ്റ്റോറീസ് പലതും പറയാം, ഫിലോസഫീസ് പലതും പറയാം, പക്ഷേ ആ വേർഡ് ഓഫ് ഗോഡ് പറഞ്ഞ്. അങ്ങനെ ബ്രദർ ഷാജി വളരെ തിരക്കാണ്. അന്ന് വിക്ടർ ബ്രദർ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഇന്ന് ബ്രദർ ഷാജിയോട് നിന്ന് പ്രൈസ് ചെയ്യാമെന്നോടാണ് പറഞ്ഞു. ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഭയങ്കര ഓണറാണ് ബ്രദർ ഷാജിയായിട്ട് അന്നൊരു പ്രൈസിങ് എടുത്തു. ബ്രദർ ഷാജിയുടെ കൂടെ നിൽക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ബ്രദർ ഷാജി അന്ന് ആദ്യമായിട്ട്, ഒരു പക്ഷേ അതിന് മുമ്പ് പറഞ്ഞു കാണും, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല, മാതാവിനെ കുറിച്ചുള്ളൊരു പ്രസംഗം. ഞാനിന്ന് നിങ്ങളോട് പറയുകയാണ്, ഞാൻ മരിയോളജി പഠിച്ചിട്ടുണ്ട്, മാതാവിനെ കുറിച്ച് ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ നാമധേയത്തിലുള്ള ലോകത്തിൽ ഒത്തിരി പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട്. ലൂർദിൽ തന്നെ ഞാൻ 18 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, മാതാവിനോട് എനിക്കത്ര സ്നേഹമുണ്ട്, മാതാവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ബ്രദർ ഷാജി മാതാവിനെ കുറിച്ച് വെളിപ്പെടുത്തി പറഞ്ഞ ആ ടോക്ക് ഞാൻ കേട്ടില്ല. ആ ഒരൊറ്റ ടോക്ക് കൊണ്ട് വോളിയൂംസ് ഓഫ് ബുക്സ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ പോലെ ടെക്നോളജിയും ഒന്നുമില്ല. അന്ന് ആ ടോക്ക് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അതിൻ്റെ വചനങ്ങളൊക്കെ ഉണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആരാണ് മദർ മേരി എന്ന് ബ്രദർ ഷാജി വളരെ മനോഹരമായിട്ട് വെളിപ്പെടുത്തി. പിൻ ഡ്രോപ്പ് സൈലൻസ്. അവിടെ ഒരു ഇല വീണാൻ കേൾക്കാറുണ്ട്. അങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാരിൽ നിന്ന് മാതാവിനെ കുറിച്ച് കേട്ടു. മാതാവിനെ കുറിച്ച് എല്ലാവർക്കും നോർമലി ന്യൂ ടെസ്റ്റ്മെന്റിൽ എന്തെങ്കിലും പറയും. എനിവേ വളരെ ഡീപ്പായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം 4-4:30 പ്രയറൊക്കെ കഴിഞ്ഞു പ്രാർത്ഥിച്ചു പോകാൻ നേരത്ത് എനിക്ക് 18 വയസ്സേ ഉള്ളൂ. ഓർക്കണം, ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ പോകണം, വീട്ടിൽ പോകണം, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് കേൾക്കും. എന്നോട് പറഞ്ഞു, പ്രില്ലി ഇവിടെ നിൽക്കി, നമുക്ക് ഒന്നിച്ച് പോയാൽ മതി. അന്ന് വളരെ പ്രത്യേകമായിട്ടൊരു കാര്യം നടന്നു. നമ്മൾ ഓർക്കണം, ഇവിടുന്ന് ചാച്ചനും അമ്മച്ചിയും മോളും ഇവരെല്ലാവരും കൂടെ വരണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇവർ ജീപ്പ് പിടിച്ച്, അന്നത്തെ കാലത്ത് ഇവിടുന്ന് ജീപ്പ് പിടിച്ച് പോകുന്ന വലിയ പാടാണ്. ഇവരിവിടുന്ന് രാവിലെ ഇറങ്ങി ഇവർ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. അന്നത്തെ കുർബാനയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ഇപ്പോൾ പോകണ്ട. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായ ചില മനോഹരമായ കോൺവെർസേഷൻസ്. അല്ലാതെ ആ കോൺവെർസേഷനിൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വേവർ ചെയ്ത് നിന്നപ്പോൾ ബ്രദർ ഷാജി പറഞ്ഞു, നമ്മളെപ്പോഴും വിശ്വസ്തരായിരിക്കണം. ബ്രദർ ഷാജിയുടെ ഒരു കാര്യമാണ്, 3 കാര്യം ബ്രദർ ഷാജി പറയുന്നു. അത് പറയുമായിരുന്നു: വിശ്വസ്തത, എളിമ, വിശുദ്ധി. ഈ 3 കാര്യമുണ്ടെങ്കിലും ദൈവം പ്രവർത്തിക്കും. ഞാനത് പറഞ്ഞില്ല, ഞാൻ ചോദിച്ചൊരിക്കലും ബ്രദർ ഷാജിയോട്, ബ്രദർ ഷാജി എങ്ങനെയാണ് നമ്മൾ ഈ പ്രസംഗമൊക്കെ പറയാൻ പോകുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ബ്രദർ ഷാജി വളരെ ശാന്തമായിട്ട് പറയാം, എനിക്ക് സംശയമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ, ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ, ലുവൈൻ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ ഇവിടെ ഒന്നും ഈ 3 കാര്യം പറഞ്ഞു തരത്തില്ല. വിശുദ്ധിയും എളിമയും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ കർത്താവ് പ്രവർത്തിച്ചു. ഭയങ്കര വാക്കാണ്. നമ്മൾ നിന്നാൽ മതി, ഈശോ അവർ പ്രവർത്തിച്ചു. എന്നും വളരെ വളരെ ആശ്വാസം നൽകുന്ന വാക്കും, അതേസമയത്ത് കൈയെത്താൻ പറ്റാത്ത വിധം വളരെ ഒരു വലിയ ടാസ്കും. എളിമയോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും. ചില ടോക്കുകളിലൊക്കെ ബ്രദർ ഷാജിയുടെ പ്രാർത്ഥന വളരെ, ഞാൻ ഓർക്കുന്നു, നമ്മൾ ഇന്ന് ഒക്കെ നോക്കുമ്പോൾ പ്രേയേഴ്സ് ഓഫ് സെയിന്റ് ടെറീസ എന്ന് പറഞ്ഞ ബുക്കുണ്ട്, പ്രേയേഴ്സ് ഓഫ് പല സെയിൻസിൻ്റെ ബുക്കുണ്ട്.
ഞാൻ ഓർക്കുകയായിരുന്നു, നമുക്കൊന്നും അന്നത്തെ ടെക്നോളജിയോ അല്ലെങ്കിൽ അന്ന് റെക്കോർഡ് ചെയ്യാനോ ഒന്നുമില്ല. ബ്രദർ ഷാജിയുടെ പ്രാർത്ഥന വളരെ ഹൃദയസ്പർശമാണ്. ടോക്കുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന വളരെ വളരെ മനോഹരമാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഞങ്ങളൊരിക്കലും കാഞ്ഞിരപ്പള്ളിയിൽ ഒരു മിഷന് പോകാനായിട്ട് ഞങ്ങളുടെ ബൈക്കിൽ പോയി. കുമളിയിൽ വെച്ചാണ് പരിപാടി. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിൽ ഇവിടെ വീണ്ടും വീട്ടിൽ ഞങ്ങളവിടെ നിൽക്കുകയാണ്. അപ്പോൾ എഗെയിൻ ആസ് യൂഷ്വൽ ഐ വാസ് വെരി ടോക്കറ്റീവ്, വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബ്രദർ ഷാജി പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ സമയത്ത് വളരെ കോളുകൾ പിടിച്ച കടല് ഈശോ എന്ന് പറഞ്ഞില്ലേ, ശാന്തമാവുക എന്ന് പറഞ്ഞ ഒരു അനുഭവമായിരുന്നു. എന്നിട്ട് ഷാജി ബ്രദർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. സാം 23. ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ പല സമയത്ത് ഞാൻ ആ പ്രാർത്ഥനയെല്ലാം ശ്രമിക്കും. കാരണം അത് ഹൃദയത്തിൽ രേഖപ്പെടുത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, നമ്മളൊത്തിരി ബുക്കുകൾ വായിക്കുന്നുണ്ട്, നമ്മളൊത്തിരി ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കുന്നു? പലപ്പോഴും നമ്മളെ അവരെ ഓർക്കുന്ന പോലുമില്ല. പക്ഷേ ബ്രദർ ഷാജി ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. കാരണം നമ്മുടെ ഓർമ്മകളിൽ ആ ബ്രദർ ഷാജി നിറഞ്ഞു നിൽക്കുന്നു. ഐസയ 26:8 പറയുന്നുണ്ട്. ആ ഓർമ്മ എന്ന് പറയുന്നത് പോപ്പ് ജോൺ പോൾ II പറയുമായിരുന്നു, റിമംബറൻസ് ഈസ് ദ കൾച്ചർ ഓഫ് ദ ചർച്ച്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ നമുക്ക് ഓർമ്മകൾ ഉണ്ടാകത്തുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. അങ്ങനെ അന്ന് ദിവസം ആ മാതാവിനെ കുറിച്ച് പ്രസംഗം പറഞ്ഞു. ബ്രദർ ഷാജി പറഞ്ഞു പോകണ്ട. ഞാൻ പറഞ്ഞു, ബ്രദർ ഷാജി ചെന്നില്ല, വീട്ടിൽ ഭയങ്കര പ്രശ്നമാവും. ബ്രദർ ഷാജി എന്നോട് എഗെയിൻ ഒരു ശാന്തമായിട്ടൊരു കാര്യം പറയുകയാണ്, നമ്മൾ ഈശോയിൽ വന്നു കഴിഞ്ഞാൽ ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഭയങ്കര വാക്കാണ്. ആ ചെറിയ കാര്യമല്ല, വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് കേൾക്കുന്ന കാര്യമല്ല. എൻ്റെ ജീവിതത്തിൽ കോളിളക്കം പോലുള്ള വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ആ ബ്രദർ ഷാജി സെപ്റ്റംബർ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അന്ന് പറഞ്ഞ ആ വാക്ക് എൻ്റെ ഹൃദയത്തിൽ ഓർക്കുന്നു. നമ്മൾ ഈശോയിൽ വന്നു കഴിഞ്ഞാൽ ഈശോ എല്ലാം നോക്കിക്കൊള്ളും. റോമ 8:28 ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും എന്നുള്ള വാക്യം. അങ്ങനെ അവിടെ നിന്നു. ബ്രദർ വീട്ടിൻ്റെ അടുത്ത് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഞാനന്ന് ഭക്ഷണമൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. ചാച്ചനും അമ്മച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. കൊച്ചി ചെറുക്കൻ ഇങ്ങനെയൊക്കെ സെർവ് ചെയ്തു. അന്ന് മുമ്പ് ഫുഡൊക്കെ ഓർക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ അവിടെ നിന്ന് ജീപ്പേ കയറി വന്നു. ജോൺ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടാണ്. അവിടെ ആ എടപ്പള്ളിയിൽ ഒരു ബാങ്കുണ്ട്, ബാങ്കിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഞങ്ങളെ ഇറക്കി. ഷാജി ബ്രദർ ചാച്ചനും അമ്മച്ചിയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അന്ന് പോയി കിടന്നു. വളരെ ഒരു പ്രത്യേക ദിവസമാണ്, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. അത് കഴിഞ്ഞ് വരുന്ന ദിവസം തിങ്കളാഴ്ച തലേ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തു. തിങ്കളാഴ്ച ദിവസം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പോവും. മേലോരത്തിലുള്ള ഒരു അച്ഛനെ കൂട്ടി അടുത്ത ദിവസം കൊണ്ടുവരാനായിട്ടാണ്. തിങ്കളാഴ്ച ഞങ്ങൾ എന്നോട് തീരുമാനിച്ചു ഞങ്ങൾ ബൈക്കിൽ പോകാം. ഞാൻ ആ ദിവസം ബ്രദർ ഷാജി ബൈക്ക് ഒരുക്കി പഠിപ്പിച്ചു. അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ബ്രദർ ഷാജി പറഞ്ഞു, ബ്രദർ ഇച്ചിരി താമസിച്ച് വന്നാൽ മതി, ഞാൻ നേരത്തെ പോകണം, അതുകൊണ്ട് ബ്രദർ കുഴപ്പമില്ല, താമസിച്ച് വന്നാൽ മതി. അങ്ങനെ ഞാൻ താമസിച്ചു. അന്ന് രാത്രിയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. രാത്രിയിൽ പെട്ടെന്ന് ഞാൻ പേടിച്ച് വിയർത്ത് എഴുന്നേൽക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഒരു വചനം പെട്ടെന്ന് വചനത്തിലാണ്. സഭാപ്രസംഗൻ 15:5 ഇവിടെ പറയുകയാണ്, ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് നീ അറിയാത്തതുപോലെ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നീ അറിയുന്നില്ല. സത്യം. അങ്ങനെ വളരെ എന്തോ അസ്വസ്ഥത, എന്തോ വിഷമം. അങ്ങനെ ഏതാണ്ട് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ബൈക്കുമായിട്ട് അടിച്ചത്. എന്നെ ദൂരെ കണ്ട സ്ഥിതിക്ക് ബ്രദർ ഷാജി വളരെ തിരക്കിലൊക്കെ അവർ ഓടിയെൻ്റെ അടുത്ത് വന്നു. ഭർത്താവിൻ്റെ അന്ന് വലിയ ഡെലിവറൻസ് അവിടെ നടന്നൊരു സംഭവം കുറിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഷാജിമാരെ അടുത്ത് വന്നു. ഇന്ന് അവിടെ നിന്ന് കിടക്കൊരു ജീപ്പ് വന്നിട്ടുണ്ട്, ഞാൻ അതിലെ പോവുകയാണ്. ബ്രദർ ഈ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങോട്ട് വന്നിട്ട് മാത്രമല്ല തിരിച്ച് ഞാൻ ഒറ്റയ്ക്ക് വരണം, അതുകൊണ്ട് ഞാൻ ആ ജീപ്പിൽ അവരോട് പോവുകയാണ്. എനിക്ക് വളരെ വിഷമമായി. നമുക്കൊന്നിച്ച് പോകാം ഇല്ല. അപ്പം എന്തു ആയിക്കോട്ടെ, അങ്ങനെ ആ ജീപ്പിൽ കയറി പോകാൻ ദൈവത്തിൻ്റെ ഹിതം തീരുമാനിച്ചു. അങ്ങനെ പോകാൻ സമയമായി.
ഇന്നും ഞാൻ ഓർക്കുന്നു ആ സ്പോട്ട് വന്ന്. അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ മാറിയിരുന്നു. കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ട് മാറി. ജീപ്പ് അവിടെ വന്ന് കിടപ്പുണ്ട്. ഒരു പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ, പുതിയ ജീപ്പാണ്, പുതിയ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇന്നും ഓർക്കുന്നു. അവിടെ കിടക്കുകയാണ്. അത് ഷാജി എൻ്റെ അടുത്ത് വന്നു. എന്നോട് ചെറിയ ചില ഉപദേശങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. എന്നോട് വളരെ സ്നേഹമായിട്ട് പറഞ്ഞു. പോകാൻ നേരത്ത് എനിക്ക് ഇതുവരെയായിട്ട് അത് സംഭവിച്ചിട്ടില്ല. കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് വളരെ ഡീപ്പായിരുന്നു. തന്നിട്ട് ആ ജീപ്പിലേക്ക് കയറി. ആ ജീപ്പിലോട്ട് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഷാജിനോട് എന്തെങ്കിലും ഇടയുണ്ട് ഞാനിവിടെ കയറട്ടെ. അങ്ങനെ ഞാൻ ജീപ്പിൻ്റെ പുറകിലും മുമ്പിലും ഒക്കെ പോയിട്ട് ഒരു കാലം വരാനായിട്ട് സ്ഥലമില്ല. അങ്ങനെ ആ ജീപ്പിൽ കയറി അങ്ങോട്ട് പോവുകയാണ്. ആ ജീപ്പിൻ്റെ പോക്കൽ ഇന്നും 30 വർഷം കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ നിന്നുണ്ട്. ആ ഫസ്റ്റ് ഗിയർ എന്ന് സെക്കൻഡ് ഗിയർ ഇട്ട് എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നുണ്ട് ആ സൗണ്ട്. അപ്പം അതങ്ങോട്ട് എടുത്ത ഉടനെ ഞാൻ വിചാരിച്ചു, കൊച്ചി ഇറങ്ങിയാണ് ഓർക്കുന്നത്, 18 വയസ്സ്. ഞാൻ ബൈക്ക് എടുത്ത് ഇത്ര സ്നേഹമുള്ള കഴിയണം, ഈ വണ്ടിയുടെ പുറകെ ഒന്ന് പോയേക്കാം, പോകുന്ന കാണാമല്ലോ. അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത്, എന്തൊക്കെ റോഡ് ചെന്ന് ഇവർ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പല വഴിയും കൂടെ പോകാൻ എടുത്ത് ഞാൻ വെറുതെ പോയിട്ട് ഒരു കാര്യമില്ല. ഞാൻ അവിടെ നിന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് ബ്രദർ വിക്ടർ വളരെ അസ്വസ്ഥമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പം വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കൗൺസിലേഴ്സൊക്കെ അവർക്ക് ഈവനിങ് ആയി, 5 മണി 6 മണി സമയമായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ വിഷമിച്ചിരിക്കുകയാണ്. ബ്രദർ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഗ്രൂപ്പിൽ എല്ലാവരുടെ കൈ നീട്ടി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രദർ പറഞ്ഞത് മനോഹരമായ കാര്യം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അത് എത്ര പേരുടെ ഹൃദയങ്ങളിൽ അത് ഞാൻ എപ്പോഴും പറയും, അത് ആഴമായി കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. ബ്രദർ പറയുന്നത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഈശോ കാണിച്ചു തരുന്നത്, ഒത്തിരി ബ്യൂട്ടിഫുൾ ആനിമൽസ്, ഈ ലൈക്ക് കുഞ്ഞാടുകളൊക്കെ വരുന്നത്, ഒത്തിരി ഫ്ലവേഴ്സ്, പല തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഞാനത് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സങ്കീർത്തനം 23 അനുഭവം ഞാൻ കാണുകയായിരുന്നു. ബ്രദർ ഷാജി പറഞ്ഞു, ബ്രദർ വിക്ടർ പറഞ്ഞു, ഈ സമയത്ത് ഓൾറെഡി ബ്രദർ ഷാജി മരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്രദർ ഷാജി മരിച്ചെന്ന് പറഞ്ഞ് ഓടി ഹോസ്പിറ്റലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും തകർന്നിരിക്കുകയാണ്. എന്തോ ബ്രദർ വിക്ടർ എന്തുകൊണ്ടാണ് നിർത്തില്ല എന്നോട് പറഞ്ഞു, ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ എനിക്ക് നോക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നു, ചാച്ചൻ വരുന്നു. ചാച്ചൻ വന്നിട്ട് ഈ സംഭവമൊക്കെ അറിഞ്ഞിട്ടും കുർബാനയ്ക്ക് പോയതും ഞാൻ ഓർക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നു, ഫ്യൂണറിൽ വന്നു. അപ്പോഴൊന്നും ഞാനെന്തോ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക, എനിക്കൊന്നും തോന്നുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ അന്ന് ഇവിടെ ഈ ടാറ് നോക്കിയിട്ടില്ല, വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ വരാനായിട്ട്. അങ്ങനെ ഫ്യൂണറലെല്ലാം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു വാള് കയറിപ്പോയത്. അതിങ്ങനെയാണ്, എന്താണ് ഇനി നമ്മൾ ആരെയും സ്നേഹിക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ല ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഞാൻ പേഴ്സണലായിട്ട് ബ്രദർ ഷാജിയെ അത്രമായിട്ടും ആഴമായിട്ട് സ്നേഹിച്ചു. ബ്രദർ ഷാജിയും സ്നേഹിച്ചു. അതിൻ്റെ തെളിവാണല്ലോ ഈ അവസാന നിമിഷങ്ങളിൽ കൂടെ നിർത്താനായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമില്ലാതെ സാധിക്കത്തില്ല. പോപ്പ് ജോൺ പോൾ II പറയുന്നതാണ്, ഇൻ ദ ഡിസൈൻസ് ഓഫ് പ്രൊവിഡൻസ് ദെർ ആർ നോ മിയർ കോയിൻസിഡൻസസ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആകസ്മികമായിട്ടൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് വളരെ വിഷമിച്ച് കരഞ്ഞ് ഇവിടുന്ന് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് താഴോട്ടിറങ്ങി പോയി ഉരുണ്ട് വീട് ചെളിയെല്ലാം പറ്റി ഭയങ്കര വിഷമായിട്ടുണ്ട്. വിക്ടർബർ ആണ് അപ്പോഴാണ് പറയുന്നത്, 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് ഒരു പ്രോഗ്രാമുണ്ട്, റെഡി ആയിക്കോ, ഇനി ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുന്നതാണ്. അതായിരുന്നു എൻ്റെ തുടക്കം. അതിനോടനുബന്ധിച്ച് ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. ബ്രദർ ഷാജി ഈ ഒരാഴ്ച മുമ്പ് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നേവൽ അക്കാഡമിയുടെ ഇത് കിട്ടി. ഞാൻ അവിടെ എൻ്റെ ഇതിൻ്റെ സെലക്ഷൻ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓടി ഷാജിബോയുടെ അടുത്ത് പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഷാജിബോരെ 15 വർഷം എഴുതി കൊടുക്കണം. ഇപ്പം 4 വർഷം എന്നാണല്ലോ നമ്മുടെ കർത്താവിലേക്ക് പോകുന്നത്, 15 years ഞാൻ എഴുതി കൊടുക്കണം, എന്ത് ചെയ്യണം? ഷാജിബോർ അന്ന് പറഞ്ഞത് ആ എഗെയിൻ ഒരു വാക്ക് ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. 2 കൈയിലും ബൈക്കിൽ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക, ഇന്ന് പതുക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് പള്ളി നോക്കുക. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഈശോയ്ക്ക് കൊടുത്തിരിക്കുക. എന്തുകൊണ്ട് ബ്രില്ലിയുടെ ജീവിതം ബ്രില്ലിക്ക് ഈശോയ്ക്ക് വേണ്ടി കൊടുത്തു? ഞാൻ എന്തായാലും തിരിച്ച് ബോണ്ട് ഒപ്പിടാൻ പോയില്ല. ബോണ്ടിവിടെ ഒപ്പിടാൻ പോയിരുന്നെങ്കിൽ നേവിയിലോ ഇന്ന് ഇവിടെ നിൽക്കുന്നില്ല. അങ്ങനെ കയറി ഞാൻ വരികയാണ്. അപ്പം പറഞ്ഞു വന്നത്
നിങ്ങളുടെയും ഓർമ്മകളെ ഉജ്ജ്വലിപ്പിക്കാൻ പഠിക്കണം. ഒത്തിരി ഓർമ്മകളുണ്ട് ബ്രദർ ഷാജി. ആ ബ്രദർ ഷാജി 30 വർഷം കഴിഞ്ഞ് നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ മാത്രമല്ല, ഇന്ന് എറണാകുളത്ത് കുർബാന നടക്കുന്നുണ്ട്, അവിടെയും ഒത്തിരി പേര് കൂടുന്നുണ്ട്. ആ ബ്രദർ ഷാജി സ്വർഗത്തിലാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് ബ്രദർ ഷാജിയെ കുറിച്ച് ഓർക്കുമ്പോൾ 1 കൊരിന്തോസ് 13 വചനം അതും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഞാൻ ആകെ പടത്താകുന്നു. ബ്രദർ ഷാജിയുടെ അടുത്ത് കുറേ പറയുന്നില്ല, ബ്രദർ ഷാജി ഒന്നും തിരിച്ചു പറയുന്നില്ല. അങ്ങനെ ഞാൻ പോകാൻ നേരത്ത് ഇനി ഞാനിതെല്ലാം വിട്ടു പോവാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ബ്രദർ ഷാജിയുടെ അടുത്ത് പറഞ്ഞു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 ഒരിക്കലും കൈവിടരുത്. അത് ബ്രദർ ഷാജിയുടെ ജീവിതമായിരുന്നു എന്ന് ഇന്ന് എനിക്ക് പറയാൻ സാധിക്കും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം തിയോളജിക്കൽ ഏറ്റവും വലിയ വെർച്യൂസ് ആയിട്ടുള്ള കാര്യമാണ്. ബ്രദർ ഷാജിയുടെ വിശ്വാസം പത്രോസിനെ പോലുള്ള വിശ്വാസം. അവസാനം തോമസ് ലിയായെക്കുറിച്ചും, ഞാൻ ഈ സെയിൻറ്റ് തോമസിനെ കുറിച്ചൊന്നും ഇത്രയും വലുതായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അന്നത്തെ ആ ടോക്ക്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള ആ വിളി ഇന്നും ഹൃദയത്തിൽ ബ്രദർ ഷാജിക്ക് തരാൻ സാധിച്ചത്. അതുപോലെ ബ്രദർ ഷാജിയുടെ പ്രത്യാശ, എന്തൊക്കെ വന്നാലും പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എൻ്റെ സഹായം കർത്താവ്. സങ്കീർത്തനം 121. ആ പ്രത്യാശ ഉണ്ടായിരുന്നു. സ്നേഹം പറയണ്ട. He was a man of love, full of love. അത്രയും സ്നേഹം എന്ന് പറയുമ്പോൾ 1 കൊരിന്തോസ് 13 സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സഹിക്കുന്നു. വളരെ ലവിങ് പേഴ്സൺ. അങ്ങനെ ഈ 3 കാര്യം ഇത്രയൊക്കെ ഉണ്ടായിട്ട്, ഇത്രയും ഈശോയിൽ വന്ന്, ഇത്രയും ഓടി നടന്ന്, എന്തോരം ദൂരം നടന്നിട്ടുണ്ട്, എന്തോരം അപമാനങ്ങളും അപവാദങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈശോയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് ദൈവം സ്വർഗം കൊടുത്തില്ല, പിന്നെ ആർക്കാ കൊടുക്കണം? അതുകൊണ്ട് ഇന്ന് ബ്രദർ ഷാജി സ്വർഗത്തിലാണ്. ബ്രദർ ഷാജി മരിച്ചു കഴിഞ്ഞപ്പോൾ ബ്രദർ വിക്ടർ പറയുമായിരുന്നു, എന്താണ് ലെഗസി? അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ബ്രദർ വിക്ടർ പറയുമായിരുന്നു, ബ്രദർ ഷാജി ഇന്റർസീഡാണ്. ബ്രദർ ഷാജി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ പോയിരിക്കുകയാണ്. സത്യമാണ്. ബ്രദർ ഷാജി മരിച്ചിട്ടായിരുന്നെങ്കിൽ ഇന്നിവിടെ നിൽക്കുന്നത് ഞാൻ കാണുന്നില്ല. ഇന്നിപ്പോൾ ജോമോൻ ബ്രദർ ഇവിടെയുണ്ട്, നിങ്ങൾ ഒത്തിരി പേരുണ്ട്, പിന്നെ ഒത്തിരി പേര്. ഞാനൊരു പ്രീസ്റ്റൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ അറിയാവുന്നവരെ ഓർക്കിട്ടിട്ട് ഒരിക്കലും പോകാൻ ഒരു വഴിയില്ല. അങ്ങനെ ഒത്തിരി പേർക്ക് ആ ഒരു ദൈവവിളി, ഒത്തിരി സിസ്റ്റേഴ്സ്, ഒത്തിരി പേര് കോൺസെൻട്രേറ്റഡ് ലൈഫ് നയിക്കാനും ആ ഈശോയിലേക്ക് വരാൻ ബ്രദർ ഷാജി ഒത്തിരി പ്രീസ്റ്റിനെ ശ്രദ്ധ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സിസ്റ്റേഴ്സിനെ ശ്രദ്ധ, ബ്രദർ ഷാജി സ്പെഷ്യലി ഒത്തിരി നൺസിനെ, പ്രീസ്റ്റിനെ എല്ലാം ഭയങ്കരമായിട്ട് ബ്രദർ ഷാജി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ബ്രദർ ഷാജിയുടെ ആ ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പോപ്പ് ജോൺ പോൾ II 2000 പറഞ്ഞതുപോലെ, വി ഷുഡ് റിമെമ്പർ അവർ പാസ്റ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ നമ്മുടെ ആ കഴിഞ്ഞ കാലം കൃതജ്ഞതയോടെ ഓർക്കണം. പ്രസന്റ് വിത്ത് എൻത്യൂസിയാസം നമുക്കുണ്ടോ? അതാ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് എൻ്റെ ജീവിതം എവിടെയാണ്? നമുക്ക് വളരെ ബ്രദർ തന്നെ ഈ വചനമൊക്കെ കേട്ടോണ്ടിരിക്കുന്ന രസമാണ്, നല്ല പ്രസംഗങ്ങൾ കേട്ടാൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ആ ബ്രദർ ഷാജിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് ആ കാലത്തിൻ്റെ ഉപമയിൽ പറയുന്നത് പോലെ 1ഉം 5ഉം ഒക്കെ കിട്ടി. ഞാൻ എവിടെ നിൽക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു? ഇഗ്നേഷ്യസ് ഓഫ് ലോയോള ചോദിച്ചത് കണക്ക്, ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യും? അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവനും എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. നമ്മുടെ ജീവിതത്തിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ മരണക്കിടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആ ഈശോയെ കിടക്കും, നമുക്ക് സമാധാനം തരുന്നത് എനിക്കിവിടെ ഇത്രയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു, ഇത്ര രൂപ ബാങ്കിൽ കിടക്കുന്നുണ്ട്, എനിക്ക് അതുണ്ട്, ഇതുണ്ട്, എനിക്ക് വലിയ വണ്ടിയുണ്ട്, മറ്റതുണ്ട്, ഇതൊന്നുമല്ല. നമുക്ക് ഏറ്റവും സമാധാനം തരുന്നത് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കേട്ടു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു, പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ഈ ഭൂമിയിൽ ഞാൻ ദൈവത്തെ മാതൃപ്പെടുത്തി. നമുക്കൊക്കെ ആ ദൗത്യം, നമുക്ക് വി ഷുഡ് നോട്ട് ടേക്ക് അവർ ലൈഫ് ഫോർ ഗ്രാൻറ്റഡ്. നമുക്ക് കിട്ടിയത് ഒന്നും നമ്മൾ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കാതെ
നമ്മൾ ചെയ്യുന്നത് ആ ബ്രദറിൽ നിന്നൊക്കെ കിട്ടിയത് നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. 2 തിമോഥെയോസ് 6-10 വരെയുള്ള വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഫാൻ ഇൻടു ഫ്ലെയിം എന്നാണ്. ആ വിശ്വാസം നമ്മൾ എന്താണ് അതിനെ നമ്മൾ ഊതി നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് നമ്മൾ വരണം. അപ്പം അത് ചെയ്യണം. ലാസ്റ്റ് പോയിന്റ്, വി ഷുഡ് ഓൾസോ ലുക്ക് അവർ ഫ്യൂച്ചർ വിത്ത് ഹോപ്പ്. ആ ഭാവിയെ പ്രത്യാശയോടുകൂടെ നമ്മൾ നോക്കണം. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരല്ല, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഗുഡ് ന്യൂസ് പ്രൊക്ലെയിം ചെയ്യാനായിട്ടാണ്, ബാഡ് ന്യൂസ് പ്രൊക്ലെയിം ചെയ്യാനായിട്ടല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നീ ഭയപ്പെടേണ്ട എന്ന് പറയാനായിട്ടാണ്. അല്ലാതെ നീ കാണുന്നവരെല്ലാം ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്നേഹിക്കപ്പെടാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ കുറ്റവും പറഞ്ഞ് വൈരാഗ്യവും പറഞ്ഞ് വിദ്വേഷവും പറഞ്ഞ് നടക്കാനുള്ളതല്ല. മറിച്ച് ആ ഒരു ഓപ്പൺ ഹാർട്ട്, ഓപ്പൺ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആ ജോൺ 23 പോപ്പ് പറഞ്ഞ പോലെ വി നീഡ് ടു ബി ഓപ്പൺ ടു ദ സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവിനോടുള്ള തുറവിയുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നവരാണ് റോമ 8-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെ ഒരു യൂസ്ലെസ് ആയിട്ട് കുറേ ഒക്കെ ചെയ്ത് കടന്നു പോകാമെന്ന് മാത്രം. അതുകൊണ്ട് ഇന്ന് വിശുദ്ധ കുർബാനയിൽ ആ ഒരു ലെഗസി ബ്രദർ ഷാജിയെ കുറിച്ച് ഓർക്കുന്ന 30 വർഷത്തെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ഓർക്കാം. ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ ഞാൻ തൗസൻഡ്സ് ഓഫ് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒത്തിരി രാജ്യങ്ങളിൽ, ഒത്തിരി കിലോമീറ്റേഴ്സ് ആൻഡ് മൈൽസ് യാത്ര ചെയ്തിട്ടുണ്ട്. റോഡിൽ കൂടെയും എയറിൽ കൂടെയും എല്ലാ രീതിയിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വളരെ കയ്യിൽ എണ്ണാൻ പറ്റുന്ന ചിലർ മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഐ ഹാവ് സീൻ, ആ റിയലായിട്ടുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് ബ്രദർ ഷാജി. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ, ഒരിക്കലും മറക്കാത്ത അനുഗ്രഹങ്ങൾ, ഒരിക്കലും മൺമറഞ്ഞു പോകാത്ത ദിവ്യജ്ഞാനം, ദൈവസ്നേഹം, വിശ്വാസം, ഇതെല്ലാം കത്തിച്ചു തന്ന് കടന്നുപോയ ആ സഹോദരനാണ് ബ്രദർ ഷാജി. അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെയും ജീവിതവും ബ്രദർ ഷാജിയെ പോലെ പിതാവായ ദൈവത്തിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും ഒരു മഹത്വമുള്ള സ്തുതിയായി മാറാനായിട്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും